ഹായ് ഫ്രണ്ട്സ്, അവക്കാഡോ അഥവാ ബട്ടർ ഫ്രൂട്ട് വളരെ ഗുണകരമായ ഒരു ഫ്രൂട്ട് തന്നെയാണ്. എന്നാൽ ഇത് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും കായ്ക്കണമെന്നില്ല. കാരണം ഓരോ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ ഇനങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. പലപ്പോഴും ബാംഗ്ലൂരിൽ നിന്നും മറ്റും വരുന്ന അവക്കാഡോയുടെ വിത്തിട്ട് പലരും മുളപ്പിച്ച് മരം വലുതായി നിൽക്കും, പക്ഷേ അത് കായ്ക്കാറില്ല. എന്നാൽ ആ കായ്ക്കാതെ നിൽക്കുന്ന മരത്തെ വെട്ടി അതിന് ചെറിയ മുകുളങ്ങൾ വരുമ്പോൾ അതിൽ ബഡ് ചെയ്തോ ഗ്രാഫ്റ്റ് ചെയ്തോ നമ്മളുടെ ഇനങ്ങളെ വെച്ച് പിടിപ്പിച്ച് നമുക്ക് കായ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ഇപ്പോൾ അവക്കാഡോ പൂത്തു നിൽക്കുന്ന സമയമാണ്. പലപ്പോഴും പൂക്കാതിരിക്കുന്നുണ്ട് പലരുടെയും സ്ഥലത്ത്. അത് പ്രധാന കാരണം അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ അവക്കാഡോ അല്ല നമ്മൾ വെച്ച് പിടിപ്പിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ്. പൂത്തു നിൽക്കുന്ന അവക്കാഡോകൾ നല്ല രീതിയിൽ കായ് പിടിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ പലതും ചെയ്യേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനം അതിന് നല്ല രീതിയിൽ വെള്ളം നന കൊടുക്കണം. നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ നന കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. മാത്രമല്ല ഇതിന് ഏറ്റവും പ്രധാനം നമുക്കതിന് വേണ്ട സൂക്ഷ്മ മൂലകങ്ങളും കൊടുക്കേണ്ടിയിരിക്കുന്നു. ചെടികൾക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ കൂടാതെ സൂക്ഷ്മ മൂലകങ്ങൾ കൊടുക്കണം. പ്രധാനപ്പെട്ട ഒന്ന് ബോറോണാണ്. അതോടൊപ്പം തന്നെ എല്ലാവിധ ഇപ്പോൾ ജൈവ രീതിയിൽ നമുക്ക് ചെടികൾക്ക് സൂക്ഷ്മ മൂലകങ്ങൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ് SPCയുടെ പ്രോഡക്റ്റുകൾ. പൂക്കാതെ നിൽക്കുന്ന നമ്മളുടെ ചെടിയെ പൂപ്പിക്കാനായിട്ട് നമുക്ക് SPCയുടെ അമിനോ 20 കൊടുത്താൽ മതി. അപ്പോൾ നിറച്ച് പൂത്തോളും. ജൈവ വളങ്ങളോട് കൂടുതൽ താല്പര്യമുള്ള ഒരു പ്ലാന്റാണ് അവക്കാഡോ. അതുകൊണ്ട് തന്നെ നമ്മൾ ജൈവ രീതിയിലുള്ള സൂക്ഷ്മ മൂലകങ്ങളായ മൈക്രോപ്ലസ്, SPCയുടെ മൈക്രോപ്ലസ് നമ്മൾ കൊടുക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് SPCയുടെ തന്നെ പ്രോഡക്റ്റായ സീവീഡ് ജെൽ, SPC സീവീഡ് ജെൽ, ഇത് രണ്ടും സൂക്ഷ്മ മൂലങ്ങളെ കൊടുക്കാൻ പറ്റുന്നു. അപ്പോൾ ഈ രണ്ടും നമുക്ക് ഒന്നിച്ച് വേണം കൊടുക്കാനായിട്ട്. നമ്മൾ കൊടുക്കുമ്പോൾ 3 ഗ്രാം സീവീഡ് ജെല്ലും 3 ml മൈക്രോയും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചോട്ടിൽ 15 ദിവസം ഇടവിട്ട് 3 തവണ കൊടുക്കണം. അതോടൊപ്പം തന്നെ 1 ml സീവീഡ് ജെല്ലും 1 ml മൈക്രോയും ഇത് രണ്ടും കൂടി കൂട്ടി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇത് രണ്ടും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിറച്ച് പൂത്തിരിക്കുന്നതിൽ ഒരു പരിധി വരെ അതിലേക്ക് കായാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുമെന്ന് കരുതുന്നു. താങ്ക് യു.